ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ chi-square ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിലേക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ chi-square ടെസ്റ്റിൻ്റെ ക്യാരക്ടറിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. chi-square ടെസ്റ്റിന് ചില ക്യാരക്ടറിക്സ് ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ്, എന്തൊക്കെ ക്യാരക്ടറിക്സ് ആണ് chi-square ടെസ്റ്റിനുള്ളത്. ഒന്ന്, ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റാണ്. ഏത് തരം ഡിസ്ട്രിബ്യൂഷനിലും ഇത് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റാണ്. രണ്ടാമത്തത്, ഇതൊരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് കൂടിയാണ്. chi-square ടെസ്റ്റ് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. ഒരു പാരാമീറ്ററും ഇതിനാവശ്യമില്ല. ടി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻറ് ടി ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പാരാമീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ Ztest ചെയ്യണമെങ്കിൽ Ztest ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെയും ഒരു പാരാമീറ്ററും പറയാത്ത ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് chi-square ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ റിസർച്ചേഴ്സ് വൈഡ്ലി യൂസ് ചെയ്യുന്ന, അവരുടെ റിസർച്ച് പേപ്പറുകളിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് ഇത്, ഈ chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞ മീനിങ് തന്നെയാണ്. ഇത് ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം, സിഗ്നിഫിക്കൻ്റ് വ്യത്യാസം കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് കൂടിയാണ് ഇത്, ഈ chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് സിമ്പിൾ ടു ആൻഡ് വെരി ഈസി ടു കാൽക്കുലേറ്റ് എന്നാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും കഴിയുന്ന, ഏറ്റവും കൂടുതൽ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് chi-square ടെസ്റ്റ്. ഓക്കെ, നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക്, കഴിഞ്ഞ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചു പോവാം. അതിൽ നമ്മൾ ഒന്നാമത്തെ യൂസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട് എന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് രണ്ടാമത്തെ ക്യാരക്ടറിക്സിലേക്ക് നമുക്ക് കടക്കാം. ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി. ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റിയിൽ ഇത് ഉപയോഗിക്കുന്നത് ടു ടെസ്റ്റ് വെദർ ദി സെവറൽ സാമ്പിൾസ് ആർ homogeneous as far as a particular attribute is concerned. Homogeneity എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഈ കാറ്റഗറിയിൽ chi-square ടെസ്റ്റ് ഹാസ് യൂസ്ഡ് വെദർ ദി സെവറൽ സാമ്പിൾസ്, കുറേ സാമ്പിൾസുകൾ, ഒന്നിൽ കൂടുതൽ, മോർ ദാൻ വൺ സാമ്പിൾസ് ആർ ഹോമോജീനിയസ് ഓർ നോട്ട്. ഹോമോജീനിറ്റി ഉണ്ടോ, അവ തമ്മിൽ ഹോമോജീനിയസ് ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി, ആസ് ഫാർ ആസ് എ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് കൺസിഡർ, ഒരു പ്രത്യേക ആട്രിബ്യൂട്ട്, ഒരു പ്രത്യേക ക്യാരക്ടറിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ കുറേ സാമ്പിൾസുകൾ ഹോമോജീനിയസ് ആണോ, അവ തമ്മിൽ തുല്യതയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന chi-square ടെസ്റ്റിന്റെ ഒരു യൂസാണ് ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകത എന്താ? സെവറൽ സാമ്പിൾസ് തന്നിട്ടുണ്ടാവും, ഒന്നല്ല വ്യത്യസ്തമായിട്ടുള്ള കുറെ സാമ്പിൾസുകൾ തന്നിട്ടുണ്ടാവും. ഈ സാമ്പിൾസുകൾ, സെവറൽ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ സാമ്പിളുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പക്ഷേ എന്തേ ഉണ്ടാവുള്ളൂ? വൺ ആട്രിബ്യൂട്ടേ ഉണ്ടാവുള്ളൂ, ഒരു ആട്രിബ്യൂട്ടേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യനിൽ ഒരു ക്യാരക്ടറിക്സേ പറയുള്ളൂ, പക്ഷെ എന്തുണ്ടാവും? സെവറൽ സാമ്പിൾസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, മറ്റൊന്ന് നമ്മൾ ഇന്നലെ പഠിച്ച ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ടിൽ എന്താ ഉള്ളത്? ഒരു സാമ്പിളും രണ്ട് ആട്രിബ്യൂട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ പഠിച്ച ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കാന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഒരു സാമ്പിളാണ് ഉണ്ടാവുക, പക്ഷെ മറ്റേതെന്തുണ്ടാവും? രണ്ട് ആട്രിബ്യൂട്ടുകൾ ഉണ്ടാവും. ഇവിടെ മുകളിൽ എന്താണ്? സെവറൽ സാമ്പിൾസ് ഉണ്ടാവും, പക്ഷേ ഒരു ആട്രിബ്യൂട്ടേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്സുകളിലേക്ക് പോവാം. എന്തൊക്കെ സ്റ്റെപ്പാണ് ലെവൽ ഓഫ് ടെസ്റ്റ് ഓഫ് ഹോമോജീനിറ്റി ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്കറിയാം, നൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് സെറ്റ് ചെയ്യുക. നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യേണ്ടത് ദർ ഈസ് ആൻ ഹോമോജീനിറ്റി എന്നാണ് എഴുതേണ്ടത്. ദർ ഈസ് ആൻ ഹോമോജീനിറ്റി. മറ്റോട് നമ്മൾ എന്താ എഴുതിയിരുന്നത്? ദർ ഈസ് നോ അസോസിയേഷൻ എന്നാണ്. ഇതിൽ എഴുതേണ്ടത് എന്താണ്? ദർ ഈസ് ആൻ ഹോമോജീനിറ്റി ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പൊ നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? നേരെ തിരിച്ചെഴുതും. എന്തെഴുതും? ദർ ഈസ് നോ ഹോമോജീനിറ്റി എന്ന് എഴുതണം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഏതാണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യണം. ഏതാണ്? chi-square ആണ് ചെയ്യേണ്ടത്. chi-square ചെയ്യേണ്ട ഇക്വേഷൻ നമുക്കറിയാം, നേരത്തെ പോലെ തന്നെയാണ്. O - C all square divided by E. O എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, E എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ്. ദെൻ മൂന്നാമത്തെ എന്ത് ചെയ്യാം? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുക. ദെൻ നാലാമത്തത് ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കുക. ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെട്രിക്സുകളായിട്ടാണ് തരിക. 2/2 അല്ലെങ്കിൽ 3/3 അല്ലെങ്കിൽ 2/3 അല്ലെങ്കിൽ 2/4 ഒക്കെ ആയിട്ട് മെട്രിക്സുകളായിട്ടാണ് തരിക. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം മെട്രിക്സിൻ്റെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, കൈസ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും, r-1 × c-1 എന്താണ്. r എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോ, c എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്സ്, ദെൻ ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുക, ടേബിൾ വാല്യൂ കണ്ടെത്തുക. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ ഡിസിഷൻ എടുക്കുക. എങ്ങനെയെന്ന് നമുക്കറിയാം, 2 ഡിസിഷനാണുള്ളത്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ഹൈപ്പോസിസ് എന്നും മറ്റൊന്ന് എന്താണ് റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഹൈപ്പോസിസ് എന്നും എന്നാണ്. എപ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഹൈപ്പോസിസ് നമ്മൾ പഠിച്ചതാണ്. എപ്പോഴാണ് കൈ സ്ക്വയർ ടെസ്റ്റ് ചെറുതും ടേബിൾ വാല്യൂ വലുതും ആകുമ്പോഴാണ്. എപ്പോഴാണ് റിജക്റ്റ് ചെയ്യുക, കൈ സ്ക്വയർ ടെസ്റ്റ് വലുതും ടേബിൾ വാല്യൂ ചെറുത്. എല്ലാ സമയത്തും Ztesറ്റും TTesറ്റും ഒക്കെ ചെയ്യുമ്പോൾ ഡിസിഷൻ എടുക്കുക ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹോമോജിനിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള 6 സ്റ്റെപ്പുകളാണ്. നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ചെയ്യുക, ഡിഗ്രി ഓഫ് ഫ്രീഡം ചെയ്യുക, ടേബിൾ വാല്യൂ എടുക്കുക, പിന്നെ ഡിസിഷൻ എടുക്കുക. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം നോക്കാം, എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. പ്രോബ്ലം ഫ്രം ദി population of 4 large cities of the random samples were selected and the number of married and unmarried men were recorded. Okay, 4 large cities-ലെ പിന്നെ മെന്നിൻ്റെ മാരീഡ് അൺമാരീഡ് പൊസിഷൻ, കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പൊസിഷൻ റെക്കോർഡ് ചെയ്തതാണ്, അവരുടെ നമ്പർ റെക്കോർഡ് ചെയ്തതാണ് ഇവിടെ ഉള്ളത്. സിറ്റീസ് ABCD എന്ന് പറഞ്ഞ 4 സിറ്റി ഉണ്ട് ഇവിടെ. ദെൻ മാരീഡ് ആയ ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, സിംഗിൾ ആയ ആളുകളുടെ എണ്ണവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നിങ്ങളോട് പറയുന്നു, ഈസ് ദർ എനി സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ എമംഗ് ദി സിറ്റീസ് ഇൻ ദി ടെൻഡൻസി ഓഫ് മെൻ ടു മാരി. ആ മെൻ ടു മാരി എന്ന ടെൻഡൻസിയിൽ ഈ 4 സിറ്റീസിലും തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഉണ്ടോ, മാറ്റമുണ്ടോ? 4 സിറ്റീസും തമ്മിൽ മെൻ ടു മാരി എന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യണം. എന്താ നൾ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്? ദർ ഈസ് ആൻ ഹോമോജീനിറ്റി എന്നാണ് എമംഗ് ദി സാമ്പിളുകൾ തമ്മിൽ ഹോമോജീനിറ്റി ഉണ്ട് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സാമ്പിളുകളാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് എങ്ങനെയാണ് പിന്നെ ഹോമോജീനിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 4 ലാർജ് സിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടെ 4 സാമ്പിളുകളുണ്ട്. നമ്മൾ പറഞ്ഞു ഹോമോജീനിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ സെവറൽ സാമ്പിൾസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ. ഇവിടെ ഒന്നിൽ കൂടുതൽ സാമ്പിൾസ് ഉണ്ട്. ഒറ്റ ആട്രിബ്യൂട്ട് ഉണ്ടാവുള്ളൂ. ഈ ക്വസ്റ്റ്യനിലെ ആട്രിബ്യൂട്ട് എന്താ? മെരിറ്റൽ സ്റ്റാറ്റസ് ഓഫ് മെൻ. മെന്നിൻ്റെ മെരിറ്റൽ സ്റ്റാറ്റസ് ആണ്. ആണുങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് ആണ് തന്നിട്ടുള്ളത്. ഒറ്റ ക്യാരക്ടറിക്സേ ഉള്ളൂ, ഒറ്റ ആട്രിബ്യൂട്ടേ ഉള്ളൂ. പക്ഷേ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഹോമോജീനിറ്റി ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതി വെക്കുക എന്താണ് നൾ ഹൈപ്പോസിസ് എഴുതേണ്ടത്. ദർ ഈസ് എ ഹോമോജീനിറ്റി ബിറ്റ്വീൻ 4 സിറ്റീസ്. 4 സിറ്റികളും തമ്മിൽ ഇൻ ദി കേസ് ഓഫ്, എന്തിൻ്റെ കേസിലാണ് അവർ തമ്മിൽ ഹോമോജീനിറ്റി ഉണ്ട് എന്ന് എഴുതേണ്ടത്? ഇൻ ദി കേസ് ഓഫ് മെൻ ടു മാരി. ഇൻ ദി കേസ് ഓഫ് ദി മെൻ ടു മാരി എന്ന കേസിൽ 4 സിറ്റീസും തമ്മിൽ ഹോമോജീനിറ്റി ഉണ്ട് എന്നാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇനി ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്താണ് എഴുതേണ്ടത്? ദർ ഈസ് നോ ഹോമോജീനിറ്റി. എന്തെഴുതണം? ഹോമോജീനിറ്റി ഇല്ല. ആരൊക്കെ തമ്മിൽ ഹോമോജീനിറ്റി ഇല്ല? ബിറ്റ്വീൻ 4 സിറ്റീസ് ഇൻ ദി കേസ് ഓഫ് മെൻ ടു മാരി എന്ന് പറയുന്ന കേസിൽ 4 സിറ്റീസും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല, ഹോമോജീനിറ്റിയും ഇല്ല എന്ന് എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞത്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുക. കൈ സ്ക്വയർ ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ് കൈ സ്ക്വയർ ചെയ്യാനുള്ള ഇക്വേഷൻ? നമ്മൾ പഠിച്ചതാണ്. സിഗ്മ O - E ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ E എന്നുള്ളതാണ്. O എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഡാറ്റയെയാണ് നമ്മൾ O എന്ന് വിളിക്കുക, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാണണം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. മെട്രിക്സ് ആണ്. എങ്ങനെ ചെയ്യണമെന്ന്? റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ.
അപ്പോൾ നമുക്ക് ഡാറ്റനെ മാത്രം ഇങ്ങോട്ട് എടുത്തെഴുതാം, അതിനെ ടോട്ടൽ ചെയ്യാം, എന്നിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓരോന്നായിട്ട് കാണാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, അത് സിമ്പിളാണ്. അപ്പോൾ നോക്കുക, നമുക്ക് ആ ഡാറ്റ മാത്രം മതി. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, റോന്റെ എണ്ണവും കോളത്തിന്റെ ടോട്ടലും എഴുതുക. എങ്ങനെ മാത്രമാണ്? ഈ ഡാറ്റ എഴുതിയ കോളം മാത്രമാണ്. 137, 164, 152, 147, 32, 57, 56, then 35. നമുക്ക് ടോട്ടൽ ചെയ്യാം. കോളം വൈസിലും ടോട്ടൽ ചെയ്യണം, റോ വൈസിലും എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. അറിയാലോ, നമ്മൾ ഇന്നലെ ചെയ്തത് തന്നെയാണ്. റോ വൈസിലും കോളം വൈസിലും എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. റോ വൈസ് പറഞ്ഞാൽ ഇങ്ങനെ, കോളം വൈസ് പറഞ്ഞാൽ ഇങ്ങനെ. 2 റോ ആണുള്ളത്, 1, 2, 3, 4 കോളമാണുള്ളത്. ഓക്കെ, നമുക്ക് കോളം വൈസിലും റോ വൈസിലും എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. 137 32 കൂട്ടിയാൽ 169 എന്ന് കിട്ടും. 164 57 കൂട്ടിയാൽ 221 എന്ന് കിട്ടും. 152 56 കൂട്ടിയാൽ 208 എന്ന് കിട്ടും. 147 35 കൂട്ടിയാൽ 182 എന്ന് കിട്ടും. ഇങ്ങനെ കോളം വൈസിൽ കൂട്ടിയാൽ 600 എന്ന് കിട്ടും. ഇങ്ങനെ കോളം വൈസിൽ കൂട്ടിയാൽ 180 എന്ന് കിട്ടും. ഇങ്ങനെ വല്ലും കൂടി ഈ സൈഡ് ഇങ്ങനെ കൂട്ടിയാലും ഇങ്ങനെ കൂട്ടിയാലും 780 എന്ന് ടോട്ടലും കിട്ടും. ഓക്കെ, ഈ കോളം ടോട്ടലാണ്. ഈ കോളം എന്താണ്? ടോട്ടലിൻ്റെ കോളമാണ്. നമുക്ക് ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. ആദ്യത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആരുടേത്? 32ന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കാണും? 32 അല്ല, ആദ്യത്തെ നമുക്ക് 137 ആണ്. 137ന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കാണും? 137ന്റെ റോ ടോട്ടൽ 600 ഇൻറ്റു 137ന്റെ കോളം ടോട്ടൽ 169. ടോട്ടൽ എത്രയാണ്? 780. 600 ഇൻറ്റു 169 ഡിവൈഡ് ബൈ 780 എന്ന് പറയുമ്പോൾ 130 എന്ന് കിട്ടും. അടുത്തത് 164 നമുക്ക് കാണാം. 164 എങ്ങനെ കാണും? 164ന്റെ റോ ടോട്ടൽ 600 ഇൻറ്റു 164ന്റെ കോളം ടോട്ടൽ എത്രയാണ്? 221 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 780. ടോട്ടൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 170 എന്ന് കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും കാണാം. ഇനി 152ന് കാണാം, 147ൻ്റെ കാണാം, 32ൻ്റെ കാണാം, 57ൻ്റെ കാണാം, 56ൻ്റെ കാണാം, 35ൻ്റെ കാണാം. ഓക്കെ, അറിയാലോ, റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ. സിമ്പിളാണ്, അത് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്ത്? നമുക്ക് കൈ സ്ക്വയർ ടെസ്റ്റ് കാണാൻ വേണ്ടി പോവാം. ഓക്കെ, കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഒക്കെ അറിയാം. എന്താണ്? O - E ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ E എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നേരത്തെ വരച്ച പോലെ കോളം ബേസിൽ നമുക്ക് വരക്കാം. ഓക്കൊരു കോളം, ഈക്കൊരു കോളം, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? O - E ഒരു കോളം. അടുത്തത് O - E എന്ത് കാണണം? ഹോൾ സ്ക്വയർ കാണണം. അടുത്ത സ്റ്റെപ്പ് O - E ഹോൾ സ്ക്വയറിനെ എന്ത് ചെയ്യണം? E കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നിങ്ങൾ കണ്ടെത്തിയ ക്വസ്റ്റനിൽ തന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എടുത്തെഴുതുക. അതിനോട് കറസ്പോണ്ടന്റ് ആയി നിങ്ങൾ കണ്ടെത്തിയ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും അതിൻ്റെതായ കോളത്തിൽ എഴുതി വെക്കുക. ഓക്കെ, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഇവിടെ ഉണ്ട്, അതിന് കറസ്പോണ്ടന്റ് ആയ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നിങ്ങൾ ചെയ്തതും അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ളത് തന്നെ നേരെയുള്ളത് തന്നെ എടുത്തെഴുതുക. ഓക്കെ, നമുക്ക് എടുത്തെഴുതാം. ആദ്യത്തെ ഒബ്സർവ്ഡ് 137, അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തിയത് 130 ആണ്. ദെൻ 164 നമുക്കതങ്ങനെ ആദ്യം 152 താഴേക്ക് എഴുതാം. ഒബ്സർവ്ഡ് മാത്രം 140. ഒബ്സർവ്ഡ് ഇവിടെ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കേട്ടോ. 32, 57, 56, 35. ഓക്കെ, ഇനി അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എഴുതാം. 130 കഴിഞ്ഞു, 170, 160, 140, 39, 51, 48, 42. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്താണ്. റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞ് ചെയ്ത ഈ സംഗതി എഴുതാം. ഇനി O - E കാണാം. 137 130 കുറച്ചാൽ 7, 164 170 കുറച്ചാൽ -6, ദെൻ 152 160 കുറച്ചാൽ -8, 147 140 കുറച്ചാൽ 7, 32 37 കുറച്ചാൽ -7, 57 51 കുറച്ചാൽ 6,
ദെൻ 56 48 കുറച്ചാൽ 8, 35 42 കുറച്ചാൽ -7. ഇനി അതിനെ സ്ക്വയർ ചെയ്യാം. 7ന്റെ സ്ക്വയർ 49 ആണ്, 6ന്റെ സ്ക്വയർ 36 ആണ്, 8ന്റെ സ്ക്വയർ 64 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്, 6ന്റെ സ്ക്വയർ 36 ആണ്, 8ന്റെ സ്ക്വയർ 64 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്. ഓക്കെ, ഇനി ആ സ്ക്വയർ ചെയ്തതിന് എന്ത് ചെയ്യുക? ഈ കോളത്തിനെ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 49 ഡിവൈഡ് ബൈ 130. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 0.4. 36നെ 170 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? 0.2. 64നെ 160 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0.4. അങ്ങനെ ഓരോന്നിനെയും അതിൻ്റെതായ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0.4, 1.3, then 1.2, then 1.4, 0.2, 0.4, 0.4, 1.3, 0.7, then 1.3, 1.2. ഇതിന് ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കൈ സ്ക്വയർ കിട്ടും. ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.9 എന്ന് കിട്ടും. അപ്പോൾ കൈ സ്ക്വയറിന്റെ വാല്യൂ ആയി 5.9. ഓക്കെ, ഇനി നമുക്ക് ഡിസിഷനിലേക്ക് പോവാം. എങ്ങനെ കൈ സ്ക്വയർ ചെയ്തതെന്ന് അറിയാലോ? ഈ സ്റ്റെപ്പിൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് കൈ സ്ക്വയറിന്റെ വാല്യൂ കിട്ടി. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൈ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടി 5.9. ഓക്കെ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് ഇനി വേണ്ടത്. നമുക്കറിയാം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ഒന്നുമാണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എത്ര എടുക്കും? 5% എന്നെടുക്കും. 0.05 എന്ന് കിട്ടും. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയി. ഇനി എന്ത് വേണം? ടേബിൾ വാല്യൂ എടുക്കണം. ടേബിൾ വാല്യൂ ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം കഴിഞ്ഞതിന് ശേഷമാണ് ടേബിൾ വാല്യൂ. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? R-1 ഇൻറ്റു C-1 എന്നാണ്. ക്വസ്റ്റ്യനിൽ ഡാറ്റ എഴുതിയ കോളം എത്ര ഉണ്ട് നോക്കുക. എത്ര ഡാറ്റ എഴുതിയ കോളം ഉണ്ട്? 6 എന്ന് പറഞ്ഞാൽ 2 റോയ ഉള്ളത്. ഇത് അങ്ങനെ ഒരു റോയും ഇങ്ങനെ ഒരു റോയും. എത്ര കോളം ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ 6, 2 - 1 ഇൻറ്റു കോളം 4 - 4 - 1 ഈക്വൽ ടു 2 - 1 എന്ന് പറഞ്ഞാൽ 1, 4 - 1 എന്ന് പറഞ്ഞാൽ 3, 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3. ഡിഗ്രി ഓഫ് ഫ്രീഡം 3. ടേബിൾ വാല്യൂ കാണാം. ടേബിൾ വാല്യൂ നമുക്കറിയാം. ടേബിൾ ഉണ്ട്. ടേബിളിൽ കൈ സ്ക്വയറിന്റെ ടേബിൾ തന്നെ ഉണ്ട് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ്. ടേബിൾ വാല്യൂ കൈ സ്ക്വയറിന്റെ ടേബിൾ എടുക്കുക. കൈ സ്ക്വയറിന്റെ ടേബിൾ എടുത്തിട്ട് കൈ സ്ക്വയറിന്റെ ടേബിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3ന്റെ നേരെ ടേബിൾ വാല്യൂ 0.05ന്റെ നേരെ നോക്കട്ടെ. 5% ഒന്നും ഉണ്ടാവില്ല. 0.05ന്റെ നേരെ നോക്കുക. അപ്പം എത്ര കിട്ടും? 7.815 എന്ന് കിട്ടും. 7.815 എന്ന് കിട്ടും. ഏത്? ടേബിൾ വാല്യൂ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. 3ന്റെ നേരെ ദെൻ പിന്നെ 3ന്റെ നേരെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3ന്റെ നേരെ 0.05 നോക്കിയാൽ 7.1815 എന്ന് കിട്ടും. ഇനി നമുക്ക് ഡിസിഷനിലേക്ക് പോവാം. എന്താ ഡിസിഷൻ? ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ കൈ സ്ക്വയർ വാല്യൂ എത്രയുള്ളത്? കൈ സ്ക്വയറിന്റെ വാല്യൂ 5.9 ഈസ് കൂടുതലാണോ ടേബിൾ വാല്യൂനേക്കാളും കുറവാണോ നോക്കുക. ഈസ് എന്താണ്? ലെസ് ദാൻ, കുറവാണ്. ആരെക്കാളും കുറവാണ്? ലെസ് ദാൻ ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂനേക്കാളും കുറവാണ്. ടേബിൾ വാല്യൂ എത്രയാണ്? 7.815 ആണ്. അതുകൊണ്ട് ടേബിൾ വാല്യൂ വലുതും കൈ സ്ക്വയർ വാല്യൂ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ്. ആക്സെപ്റ്റ് ചെയ്യണം? ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. എന്താ നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? there is an homogeneity between 4 cities in the case of men to marry. men to marry എന്ന കേസിൽ 4 സിറ്റീസിലും ഹോമോജിനിറ്റി ഉണ്ട്, പൊരുത്തമുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ ടെസ്റ്റ് എന്ത് പറഞ്ഞു? നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ആ 4 സിറ്റീസിലും മെൻ ടു മാരി എന്ന കേസിൽ പൊരുത്തമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് ശരിയാണെന്ന് മനസ്സിലായി. നമ്മുടെ ചോദ്യം എന്താണ്? എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് വേരിയേഷൻ ഉണ്ടോ സിറ്റീസ് തമ്മിൽ എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് കിട്ടി? പൊരുത്തമുണ്ട് എന്ന് കിട്ടി. അതിനർത്ഥം വേരിയേഷൻ ഇല്ല എന്ന്. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? there is no variation. വ്യത്യാസം ഒന്നുമില്ല. ആരുടെ കേസിൽ? there is no variation in the case of men to marry among 4 cities എന്ന് പറയാം. ഓക്കെ,
ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ കൈ സ്ക്വയറിനെ കുറിച്ചും കൈ സ്ക്വയറിന്റെ രണ്ടാമത്തെ സ്റ്റെപ്സ് ആണ് എടുത്തത്. രണ്ടാമത്തെ സ്റ്റെപ്സിൽ എങ്ങനെ ചെയ്യണമെന്നും നോക്കി.